അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ അഹോയ് കൺസൾട്ടൻസിന്ന് അവര് വഴി വന്ന 3 സ്റ്റുഡൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ പേരും അതേപോലെ അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാം. എൻ്റെ പേര് ആസിഫ് എന്നാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ മെൻ്റൽ യൂണിവേഴ്സിറ്റി ഇൻ ബുർണോയിൽ മാസ്റ്റേഴ്സ് ഫോർ ഇൻ്റർനാഷണൽ ടെറിട്ടോറിയൽ സ്റ്റഡീസിലാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്. അടുത്ത ആള്. എൻ്റെ പേര് ജംഷിദ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ബെർണോയിലെ മെൻ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർനാഷണൽ ടെറിട്ടോറിയൽ സ്റ്റഡീസ് എന്ന കോഴ്സാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അമൽ. സ്ഥലം ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ മസാരിക് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളിവിടെ അഹോയ് കൺസൾട്ടൻസി വഴിയല്ലേ വന്നത്? അപ്പൊ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നിങ്ങളുടെ സ്റ്റോറി വന്നിട്ട് എങ്ങനെയായിരുന്നു, അവരുടെ ഹെൽപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വഴിയാണ് അഹോയിലേക്ക് എത്തുന്നത്. ഞങ്ങളങ്ങനെ വന്ന് 1-2 സിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ അഹോയി തന്നെ ചൂസ് ചെയ്യായിരുന്നു. പിന്നെ അതിനുശേഷം യൂണിവേഴ്സിറ്റീസൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഫൈനലി മെൻ്റൽ യൂണിവേഴ്സിറ്റി, ബുർണോയിലുള്ള മെൻ്റൽ യൂണിവേഴ്സിറ്റി ഫിക്സ് ചെയ്യുകയും അതുപോലെ തന്നെ കോഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വരികയായിരുന്നു. പക്ഷേ ഓവറോൾ ത്രൂ ഔട്ടുള്ള പ്രോസസ്സെല്ലാം അഹോയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൽ നമുക്ക് വളരെ ഈസി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അറ്റസ്റ്റേഷൻ മുതൽ നമ്മുടെ വിസ, പാസ്പോർട്ട് കളക്ഷൻ വരെയുള്ള കാര്യങ്ങളിൽ ത്രൂ ഔട്ട് ഫുൾ സപ്പോർട്ടാണ് ദ എൻറ്റയർ ടീം. ഇവരുടെ സീനിയർ ഒഫീഷ്യൽസ് മുതൽ ഇവരുടെ ഓഫീസിലുള്ള സ്റ്റാഫ്സ് വരെ വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇവൻ ഇവിടെ എത്തിയിട്ട് പോലും നമ്മുടെ എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ഗൈഡൻസ്, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ മിനിസ്ട്രിയിലുള്ള രജിസ്ട്രേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും അഹോയുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇയാളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് അഹോയിലായിട്ട് എത്തിച്ചേരുന്നത്. എനിക്ക് ഇവിടെ നിന്നുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ എന്തും ഏത് സമയവും നമുക്ക് ചോദിച്ചാൽ റിപ്ലൈ തരാൻ ഇവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എയർപോർട്ട് പിക്കപ്പ് മുതൽ ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തത് വരെ ഉള്ള എല്ലാ സപ്പോർട്ടും അവരെനിക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഈവൻ എനിക്കിപ്പോഴും അവരെ മെയിൽ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്താൽ കൃത്യമായ ആൻസർ ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ത്രൂ ഔട്ട് ഒരു കുഴപ്പമില്ല, അവരുടെ സർവീസ് വളരെ ഹാപ്പി ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇനി ഇയാളുടെ കാര്യം? ആക്ച്വലി ഞാൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത് വേറൊരു ഏജൻസി ത്രൂ ആയിരുന്നു. ആഫ്റ്റർ അഡ്മിഷന് ശേഷം പ്രൊസീജിയേഴ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. ലൈക്ക് എന്നെ വിളിച്ച് കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല, കുറേ ബുദ്ധിമുട്ടി. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ടൈപ്പ് ഒക്കെ നിർത്തി അഹോയെ കോൺടാക്ട് ചെയ്യുമായിരുന്നു ഫോർ ദി ഫൈനൽ പ്രൊസീജിയേഴ്സ്. ലൈക്ക് ഇൻഷുറൻസ്, പിന്നെ എൻ്റെ അക്കോമഡേഷൻ ഒന്നും കറക്റ്റായിട്ട് അവർ ഇൻഫോം ചെയ്ത് എനിക്ക് ശരിയാക്കിയില്ല. സോ ഐ കോൺടാക്റ്റഡ് അഹോയ് ഫോർ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ദേ വർ റിയലി ഹെൽപ്ഫുൾ. കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി, ഇൻഷുറൻസ് എടുത്തു. പിന്നെ ചെക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ആസിഫും ജംഷിദും പറഞ്ഞതുപോലെ അതിലും ഹെൽപ്പ് ചെയ്തു. ലൈക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതും പിന്നെ ഇവിടുത്തെ ബേസിക് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ? കുറച്ച് കോൺടാക്ട്സ് തന്നിട്ടുണ്ട്. പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-2 സ്ഥലത്ത് ഞങ്ങൾ പേഴ്സണലി വിസിറ്റ് ചെയ്തു. ഒരു ബെറ്റർ ഓപ്ഷൻ വരുമ്പോൾ ചൂസ് ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കും അതേപോലെ തന്നെയാണ്? അതെ, കുറച്ച് കോണ്ടാക്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളും ബെറ്റർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ 1-2 ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 2 വീക്സ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ 1-2 ഓപ്ഷനിൽ ബെറ്റർ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ വൈകാതെ തന്നെ ചൂസ് ചെയ്തിട്ട് വർക്കിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മോസ്റ്റ്ലി കൺവീനിയന്റ് ആണ്. എല്ലാം നടന്ന് ചെയ്യാവുന്ന ദൂരമേ ഉള്ളൂ ബെർണോയിൽ. കാരണം എല്ലാം അടുത്തടുത്തുണ്ട്. വോക്കബിൾ സിറ്റിയാണ്. 24 hours പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ആളുകളൊക്കെ സേഫ് ആണ്. നമുക്ക് ഏത് രാത്രി വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോവാം. സേഫ് ആണ്, കൺവീനിയന്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആക്സസറീസ് ആണെങ്കിൽ പോലും ഒരുപാട് അടുത്തടുത്തുണ്ട് എല്ലാം. ഓക്കെ,
അപ്പൊ നിങ്ങളിപ്പോ വന്നിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരും ഒന്ന് സംസാരിക്കണമെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ടില്ല, നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റിയിൽ പോയിരുന്നു, എൻറോൾമെന്റിന് വേണ്ടി പോയിരുന്ന സമയത്ത് വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഇത്രയും കാലം നാട്ടിൽ കണ്ടതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ ഫാക്കൽറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് ആണെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന്. എനിക്കും വളരെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വരുന്ന ഒരാൾക്ക് ഇത്രയും മാനേഴ്സോടുകൂടി ഇത്രയും പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റാഫിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമായി. ഓക്കെ. ഇയാളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സെയിം അവസ്ഥയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. ആക്ച്വലി എൻറോൾമെന്റിനും ID കാർഡ് കളക്ഷൻ അങ്ങനെ ബേസിക് പ്രൊസീജിയേഴ്സിനെ പോയിട്ടുണ്ട്. ബർണൂർ സ്റ്റുഡന്റ് സിറ്റി ആണ്, ഓക്കെ. ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്, ഒരു മൾട്ടി കൾച്ചറൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ സ്റ്റാഫ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഇന്റർനാഷണൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി എനിക്ക് അറിയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് പോലെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഏജൻസി ചൂസ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് പറയാമോ? നിങ്ങൾ സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീം ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കും. ഇപ്പോൾ ചില കൺട്രീസിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഇന്ന് ഓഫർ ലെറ്റർ കിട്ടി നിങ്ങൾക്ക് വളരെ എളുപ്പം കയറി പോകുന്നൊരു, അത് ചൂസ് ചെയ്യാതെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ദർ ആർ ബെറ്റർ ഓപ്ഷൻസ്. ഇപ്പം ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു എപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചും നിങ്ങൾ ചെല്ലുന്ന സിറ്റിയെക്കുറിച്ചൊക്കെ അത്യാവശ്യം അന്വേഷിച്ച് എൻക്വയറി ചെയ്ത് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നല്ലൊരു കൺസൾട്ടൻസി തന്നെ ചൂസ് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ യുക്തി കൂടി ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻസിയുടെ അപ്രോച്ച് എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. കാരണം വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്, വന്നതിന് ശേഷം പറ്റിക്കപ്പെട്ട് എന്നുള്ള രീതിയിലൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് അതിൽ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം പ്രോപ്പർ റിസർച്ച് ഇല്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ട് ഇപ്പോൾ അഹോയി പോലെയുള്ള ഏജൻസികളുണ്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ളത്. അവർ ത്രൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും കാര്യങ്ങൾ. കുറച്ച് നിങ്ങൾക്ക് ടൈം എടുത്താലും ദാറ്റ്സ് മച്ച് മോർ ബെറ്റർ ഫോർ യു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഫീഡ്ബാക്സും എല്ലാം കേട്ടതിലും ഇപ്പം കാണുന്ന ആൾക്കാർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരു യൂണിവേഴ്സിറ്റി എടുക്കാനായിട്ടും അതേപോലെ കൺസൾട്ടൻസി ആണെങ്കിലും ചൂസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നമുക്ക് ടിൽ ദെൻ ബൈ.